അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 159 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ فأولئك أتوب عليهم وأنا التواب الرحيم إلا الذين تابوا. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ലാമിൻ്റെ കൂടെയുള്ള അലിഫ് മദ്ദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ് വന്നാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അടുത്ത ലാമിനും ശബ്ദ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ദാലിൻ്റെ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് കേട്ടോ. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ദാലായി പോവാതെ നോക്കുക. താബൂ, ത കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ബ കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് വീതം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ അലിഫ് വരുന്നത് ഹർഫു സായിദയാണ് കേട്ടോ. ഒഴിവാക്കേണ്ട ഹർഫാണ്, നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒഴിവാക്കി വിടുക. വ അസ്ലഹു, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. സ്വാദ് ഇസ്തിഅലായിൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ മഖ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗമാണ്. സൗണ്ടിന് ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഹ എന്നായി പോവരുത്. അക്സൽ ഹൽക്കൊന്നും പുറപ്പെടുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. വൗമദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വബയ്യനൂ, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. യാക്ക് ശബ്ദ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ വൗമദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. വബയ്യനൂ ഫഉലൈക, ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക. ഹംസയ്ക്ക് ശേഷം വരുന്ന വാവ് ഹർഫ് സായിദയാണ്, ഒഴിവാക്കേണ്ട ഹർഫാണ്, അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഹർഫിന് ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. ലാമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ടും നീട്ടിക്കൊടുക്കുക. അതൂബ് അലൈഹിം, ത കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. താന്നായി പോവരുത്. ത മഖ്റജ് നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉച്ചരിക്കുക. അലൈഹിം, അതിൻ്റെ സൗണ്ട് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. വ അന തവ്വാബുർ റഹീം, മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നൊഴിച്ചിട്ടുള്ള ഏതക്ഷരം വന്നാലും നമ്മൾ മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഇവഹാർ ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. അലൈഹിം വ അന തവ്വാബുർ റഹീം. താക്ക് ശബ്ദ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. വാവിനും നമ്മൾ 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. വാവിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. റോ ഫത്തഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റാ എന്നുള്ള സൗണ്ടായി പോവരുത്. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. ഹ സൗണ്ടിനെ വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നല്ലദീന കഫറൂ വമാതൂ വഹും കുഫാറുൻ ഉലൈക അലൈഹിം ലഅനതുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഇന്നല്ലദീന കഫറൂ, നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. നൂനിനും മീമിനും ശബ്ദ കണ്ടാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ നന്നായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമിന് ശബ്ദ വന്നിട്ടുണ്ട്. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം നമ്മളവിടെ കൊടുക്കണം, പക്ഷെ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെയുള്ള യാമദിന് 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. റോ
വമ്മയായതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. വാവ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വമാതു വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. ത കൂടെ വാവ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക, താന്ന് പറയരുത്. ത വമാതു വഹും വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നുള്ള അക്ഷരം എന്നീ അക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏത് അക്ഷരം വന്നാലും നമ്മൾ മീം സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക. ഇൽഹാർ ഷഫവിയാണ് വരുന്നത് കേട്ടോ. മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇൽഹാർ. ഫാക്ക് ശബ്ദം വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. റോ വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇൽഹാറിൻ്റെ ലെറ്ററായിട്ടുള്ള ഹംസയാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കുക കേട്ടോ. കുഫാറുൻ കുഫാറുൻ ഉലൈക്. ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. അലൈഹിം അതിൻ്റെ സൗണ്ട് വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക കേട്ടോ. അയിൻ കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ലഅനതുല്ലാഹ് അവ്വ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മ വന്നതുകൊണ്ട് അവ്വ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വൽ മലായിക വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അതേ വേർഡിൽ തന്നെ ഹംസയും വന്നു. മദ് വാജിബ് മുത്തസിൽ 4 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വന്നാസി അജ്മഈൻ നൂനിന് ശബ്ദം വന്നു. അഖമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ജീമ് കൽക്കല ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂനിൻ്റെ സൗണ്ട് കൊടുക്കുക കേട്ടോ. അജ്മഈൻ അജ്മഈൻ ഓതരുത് കേട്ടോ. അജ്മഈൻ സുക്കൂനിനെ വ്യക്തമായിട്ട് കേൾപ്പിച്ചു കൊടുക്കുക. അയിനിൻ്റെ സൗണ്ട് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അജ്മഈൻ അവസാനത്തിൽ മദ് ആൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.